എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ ഏറ്റവും ടൗണിനടുത്തുള്ള മനോഹരമായ വില്ല പ്രോജക്റ്റിലുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. 7 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 2500 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. 2 നിലകളെ പണികഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ 3 ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 2 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. കുടിവെള്ളത്തിനായി പറ്റാത്ത കിണറുള്ള സൗകര്യമുണ്ട്. മനോഹരമായിട്ട് ഇന്റീരിയർ ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണത്. ഡബിൾ ഹൈറ്റ് കൊടുത്ത് ഫാൻസി ലൈറ്റുകളും ഫാനുകളും എല്ലാം ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി. അപ്പോൾ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിൽ തന്നെ ബൈപ്പാസിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ. വെള്ളപ്പൊക്കം ഒരിക്കലും ബാധിക്കാത്ത മനോഹരമായ ഏരിയയാണ്. കാരിത്താസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. അതുപോലെ തന്നെ 1 കിലോമീറ്ററിൽ തന്നെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ക്രിസ്ത്യൻ, മുസ്ലിം പള്ളികൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു 100 മീറ്ററിൽ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉള്ള നല്ലൊരു ഏരിയ. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 1,25,00,000 രൂപ മാത്രമാണ്. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 2 കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അങ്ങനെ സൗകര്യങ്ങളുടെ നടുവിലിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. ഈ വീട്ടിലെ വിശദമായ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ബൈപ്പാസിൽ നിന്ന് വെറും 100 മീറ്റർ ദൂരത്തിരിക്കുന്ന മനോഹരമായ വില്ലയാണ് ഈ കാണുന്നത്. 7 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ 2 നില വീടാണിത്. മുനിസിപ്പൽ റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന ടാർ റോഡാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് നല്ല ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഗേറ്റ് വന്നിരിക്കുന്നത്. നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാം. വലിയ വീതിയുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയേറിയ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. തൊട്ടടുത്തൊക്കെ ഇതുപോലുള്ള നല്ല വീടുകൾ പണിത് വരുന്നു. 2 വീടുകളാണ് നമുക്കിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരെണ്ണം റെഡി ആയി കഴിഞ്ഞു. മുറ്റത്തെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഒരു 5-6 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈൻ. നല്ല ഭംഗിയേറിയ ഡിസൈനിൽ ഒരു മോഡേൺ ലുക്കിൽ പണികഴിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ വീടാണ്. മുറ്റത്ത് കുറച്ച് പോളിഷ് വർക്കുകളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി ചെയ്യുന്നുണ്ട്. ആ വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ളൂ. വീടിൻ്റെ അകത്തെ പണികളൊക്കെ പൂർത്തിയായതാണ്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീട്. വെള്ളപ്പൊക്കം ഒരിക്കലും ബാധിക്കില്ലാത്ത മനോഹരമായ ഏരിയയാണ്. ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലൊക്കെ ചെടികൾ വെച്ച് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ റോഡ്. മുനിസിപ്പൽ റോഡിൽ നിന്ന് നേരെ പ്രവേശിക്കാവുന്ന റോഡാണിത്. കുടിവെള്ളത്തിനായി കിണർ വെള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത്. കിണർ കെട്ടി ഒതുക്കിയിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ഈ വീടിൻ്റെ കോമ്പൗണ്ട് ഒന്ന് കാണാം. അതിനുശേഷം വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ സൈഡിലൊക്കെ നല്ല ചെടികൾ വെച്ച് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ്. ഈ വീടിൻ്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ്. വീടിന് ചുറ്റും നാച്ചുറൽ സ്റ്റോൺ ബാഗി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ക്ലീനിങ് വർക്കുകളൊക്കെ മാത്രമാണ് ബാക്കിയുള്ളത്. അലക്കലും അതോടൊപ്പം ടാപ്പും ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ടൗണിൻ്റെ വളരെ അടുത്തായി, എന്നാൽ ടൗണിൻ്റെ ശല്യങ്ങളൊന്നുമില്ലാത്ത മനോഹരമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബൈപ്പാസ് റോഡിൽ നിന്ന് വെറും 100 മീറ്ററാണ് ദൂരം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലാൻഡ്സ്കേപ്പ് കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കവേർഡ് കാർ പാർക്കിംഗ് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. 2 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ വന്നിരിക്കുന്നു. വലിയ ജനലുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് നമ്മുടെ മുറ്റം. 4-5 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയ മുറ്റമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയേറിയ ഡിസൈനിൽ പണിതിരിക്കുന്ന മനോഹരമായ വീട്. അതും ലൈറ്റുകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. തൊട്ടടുത്തൊക്കെ നല്ല വീടുകളുള്ള ഒരു ഏരിയയാണിത്. നല്ലൊരു മോഡേൺ ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. മെയിൻ ഡോറ് കടന്ന് നമ്മൾ വരുന്നത് വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയേറിയ ഫ്ലോറിങ്ങും അതുപോലെ ഇൻറ്റീരിയർ വർക്കുകളുമാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. BLDC ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളോ ഒക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. വലിയ ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു നല്ല പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയൊരു പാർട്ടീഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലോറിങ് എടുത്തു പറയേണ്ടതാണ്. നല്ല ഭംഗിയേറിയ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു. ഈ ലിവിങ് ഏരിയയിൽ തന്നെ വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ TVകളൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഫാൻസി ലൈറ്റുകളും LED പ്രൊഫൈൽ ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വിശാലമായൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെയും കാണാൻ പറ്റുന്ന വലിയ ജനലുകളൊക്കെയാണ്. കോർണറിലായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ്. ഇവിടെ കിച്ചണിലേക്കുള്ള ചെറിയ വിൻഡോ കൂടി ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു.
ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം. നല്ല ഭംഗിയേറിയ ഫ്ലോറിങ്ങോട് കൂടി വീടിന് മാച്ച് ചെയ്യുന്ന ഫ്ലോറിങ്ങിന് മാച്ച് ചെയ്യുന്ന പെയിൻറ്റിങ്ങും ഒക്കെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ക്ലാസ് എലഗൻറ്റ് ലുക്കിലുള്ള മനോഹരമായ വീടാണിത്. ഇതിൻ്റെ ഇൻറ്റീരിയറും പുറമേയുള്ള കാഴ്ചകളും എല്ലാം അതിമനോഹരമാണ്. ഈ ഒരു പാർട്ടീഷനാണെങ്കിൽ നല്ല നമുക്കൊരു സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇതിലൊക്കെ ക്യൂരിയോസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഇൻഡോർ പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അടിവശത്തെ കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് മനോഹരമായൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രോക്കറി ഷെൽഫായിട്ട് നല്ലൊരു ഷെൽഫ് കൊടുത്തിരിക്കുന്നു. അതിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗം ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് ഒരു വലിയ ഫാൻസി ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ടഫ് ആൻഡ് ഗ്ലാസ്സിലുള്ള ഹാൻഡ് റെയിൽസൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് തേക്ക് തടി കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. വലിയ ജനലുകളുണ്ട്. അതുപോലെ തന്നെ ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗം വരെ എത്തി നിൽക്കുന്ന രീതിയിലുള്ള വലിയ വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ വലിയ മിറർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ നമുക്ക് ഈ വീടിനുള്ളിൽ കാണാം. വലിയൊരു വാർഡ്രോബാണ്. ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണാം. മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന വലിയൊരു വാർഡ്രോബാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. ഇവിടെയായിട്ട് വലിയൊരു വാഷ് കൗണ്ടർ കാണാം. അതിൻ്റെ ഇടവശത്തെ കബോർഡുകൾ കൂടി കൊടുത്തിരിക്കുന്നു. വലിയ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് വാൾ മൗണ്ടഡ് ക്ലോസറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം വരെ ടൈൽസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഡോറുകളെല്ലാം തേക്കുതടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതിലും വലിയ വാർഡ്രോബുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെ നമുക്ക് വലിയ വാർഡ്രോബ് കാണാൻ പറ്റും. കൂടാതെ ഇവിടെ ഒരു വലിയ മിറർ കൂടി കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. ത്രീ ഫേസ് വയറിങ്ങാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഒരു മോഡുലാർ കിച്ചണാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ കാണാൻ പറ്റും. ധാരാളം കബോർഡുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നല്ല ടോൾ യൂണിറ്റ് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ലുക്കിലുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കബോർഡുകളൊക്കെ വളരെ ഭംഗിയേറിയ രീതി ചെയ്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജാണ് വന്നിരിക്കുന്നത്. ഇവിടെയായി നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു. ഇവിടെയും ഈ ഒരു ഭാഗത്തെ നമുക്ക് മൈക്രോവേവ് ഒക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് മൈക്രോവേവിനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി ചെയ്തിരിക്കുന്നു. ഇവിടെയും ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് വന്നിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനോ അതല്ലെങ്കിൽ ഡിഷ് വാഷർ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം റാക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നു. നമ്മുടെ പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാം വെക്കാനുള്ള സ്പേസ് എല്ലാം ധാരാളം കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും വർക്ക് ഏരിയയിലും സിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണും വർക്ക് ഏരിയയുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് പോകാം. മുകൾ ഭാഗത്തൊക്കെ പർഗോള കൊടുത്ത് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് സ്റ്റെയർകേസിൻ്റെ മുകൾ ഭാഗത്ത് ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. നല്ല ഒരു വ്യൂ ആണ് വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ കാണാം സൈഡിലൊക്കെ ടഫ് ആൻഡ് ഗ്ലാസ് കൊണ്ടുള്ള ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗത്ത് തേക്കിൻ തടി കൂടി ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു ഫാൻസി ലൈറ്റ്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാം നിലയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വലിയ ഹാള് കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് വെച്ചിട്ടുണ്ട്.
പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ഭംഗിയേറിയൊരു ബാൽക്കണി കാണാം. ഇവിടെയൊക്കെ നല്ല ഡിസൈൻ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് റൂഫ് കൂടി ചെയ്തിട്ടുണ്ട്. സെറാമിക് ഓട് കൊണ്ടുള്ള റൂഫിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. സൈഡുകളിൽ ചെടികൾ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെടികൾ കൂടി കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. ഫാനുകളും ലൈറ്റുകളും കബോർഡുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും എല്ലാമായി നല്ല പ്രീമിയം ലുക്കിലുള്ള പ്രീമിയം ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയാണ്. ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, എല്ലാവിധ കടകളും ഓഫീസുകളും എല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. SFS സ്കൂളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും. സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിന് തൊട്ട് മുന്നിൽ കൂടിയുള്ള റോഡിൽ കൂടി കടന്നു വരുന്നുണ്ട്. ആരാധനാലയങ്ങൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു ആരാധനാലയങ്ങളെല്ലാം നമുക്ക് വളരെ അടുത്താണുള്ളത്. ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പെട്ടെന്ന് എത്താം. കാരിത്താസ് മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ഏരിയയാണിത്. നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിരിക്കുന്ന കബോർഡുകളും ഇൻറ്റീരിയറും ഒക്കെയാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഇതുപോലൊരു പ്രീമിയം ക്വാളിറ്റി വീടുകൾ അധികം നമുക്ക് കിട്ടാനില്ല. ഇതൊക്കെ നേരെ ഓപ്പോസിറ്റുള്ള വീടൊക്കെ കച്ചവടമായതാണ്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ്. വറ്റാത്ത വെള്ളവും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലെ സൗകര്യത്തിൽ ഈ ഒരു ബജറ്റിൽ വീടുകൾ കിട്ടാനില്ല. ജാഗ്വാറിൻ്റെ ടാപ്പുകളാണ്, ബ്രാൻഡഡാണ് ടാപ്പുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ബാത്റൂമുകളിലും വാഷ് കൗണ്ടറും എല്ലാം നൽകിയിരിക്കുന്നു. പുറകുവശത്ത് ഇങ്ങനൊരു ഏരിയ ഉണ്ട്. ഓപ്പൺ ടെറസ് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സ്പേസ് ഉണ്ട്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ കവർ ചെയ്ത് നെറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റൂഫിംഗ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു. വീണ്ടും മുകളിലേക്ക് കയറാനുള്ള സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. മുകളിൽ റൂഫിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. വാട്ടർ ടാങ്കൊക്കെ നമ്മുടെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിനടുത്തുള്ള മനോഹരമായ വില്ല പ്രോജക്റ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയിൽ നിന്ന് അല്പം മാത്രം ഒതുങ്ങി ബൈപ്പാസ് റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി. അപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് 7 സെന്റ് സ്ഥലത്താണ്. നല്ല ഹൈ ക്ലാസ് ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. ഈ വീടിന്റെ അകമെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് മനോഹരമായിട്ട് ഇന്ത്യയിൽ ചെയ്തിരിക്കുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയാണിത്. പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള സുന്ദരമായ വീടുകൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ള താഴെക്കാട് നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ക്വാളിറ്റി ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. വീഡിയോയുടെ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.